ഏകാന്തതയുടെ 100 ദിവസങ്ങൾ താണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് നടി അനുമോൾ. കോമണറായി എത്തിയ അനീഷ് തറയിൽ കപ്പ് കൊണ്ടുപോകും എന്ന് ആരാധകരിൽ വലിയൊരു വിഭാഗം കരുതിയിരുന്നു. എന്നാൽ കൂറ്റൻ വോട്ടുകളുടെ പിൻബലത്തോടെ അനുമോൾ കപ്പ് തൂക്കുകയും ചെയ്തു. ദിൽഷ പ്രസന്നിന് ശേഷം ബിഗ് ബോസ് മലയാളം വിജയി ആകുന്ന രണ്ടാമത്തെ വനിതയാണ് അനുമോൾ. PR ഉള്ളതുകൊണ്ടാണ് അനുമോൾ വിജയിച്ചത് എന്നാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും ഒരു വിഭാഗം ഉയർത്തുന്ന ആരോപണം. എന്നാൽ PR ഉള്ളതുകൊണ്ടല്ല, 100 ദിവസം നിന്ന കണ്ടന്റ് കൊടുത്തും കൂട്ടായ ആക്രമണത്തെ അതിജീവിച്ചുമാണ് അനുമോളുടെ വിജയം. അതിനാടകീയമായിട്ടാണ് അവതാരകനായ മോഹൻലാൽ വിജയം പ്രഖ്യാപിച്ചത്. പ്ലാസ്മ ടിവിയിൽ അനീഷിന്റെയും അനുമോളുടെയും വോട്ടിംഗ് ശതമാനം ഉയരുന്നതും താഴുന്നതും കൊണ്ടിരുന്നു. രണ്ടുപേരും വോട്ടിംഗ് ശതമാനം 42.7 എത്തിയപ്പോൾ മോഹൻലാൽ നിർത്താൻ ആവശ്യപ്പെടുകയും വിജയി പ്രഖ്യാപിക്കാനുള്ള അധികാരം താൻ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞ് അനുമോളെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു. ഇതിൽ ചില പ്രേക്ഷകർ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് രണ്ടുപേരുടെയും ലഭിച്ച വോട്ടിംഗ് ശതമാനം കാണിച്ചില്ല എന്നാണ് ഇവരുടെ ചോദ്യം. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ രണ്ടുപേർക്കും ഒരേ വോട്ടിംഗ് ശതമാനമാണെങ്കിൽ അനുമോൾ എങ്ങനെ വിജയിയായി എന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ വിജയം പ്രഖ്യാപിക്കുന്ന മുഹൂർത്തത്തിന് നാടകീയ കൂട്ടായ്മ ചെയ്യാനായി വോട്ടിംഗ് ശതമാനം പോസ്റ്റ് ചെയ്താണ് വിജയ് മോഹൻലാൽ പ്രഖ്യാപിച്ചതെല്ലാം. അനുമോൾ വിജയിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ അനീഷിനെ കമ്മം 1-1 വോട്ടിംഗ് നേടിയാണ്. ഇരുവരും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നായിരുന്നു അനൗദ്യോഗിക പോളിംഗിലെല്ലാം വന്ന ഫലം. എന്നാൽ ഹോട്ട്സ്റ്റാറിലെ വോട്ടെടുപ്പിൽ അനുമോൾക്ക് ലഭിച്ചിരുന്നത് 57.3% വോട്ടുകളാണ്. രണ്ടാമതെത്തിയ അനീഷിന് ലഭിച്ചത് 42.7% വോട്ടുകളാണ്. ഇത് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദി കാണിച്ചിരുന്നു. മാത്രമല്ല, ഇതിനു മുമ്പുള്ള നോമിനേഷൻ ആഴ്ചകളിലെ മത്സരാർത്ഥികളുടെ വോട്ടിംഗ് ശതമാനവും ഫിനാലെ വേദിയിൽ കാണിച്ചിരുന്നു. നോമിനേഷൻ വന്നപ്പോഴെല്ലാം അനുമോളുടെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് ഇരുന്നത് എന്ന് ഇത്തരത്തിൽ നിന്നും മനസ്സിലാക്കാം. ഫിനാലെയിൽ കടക്കുമ്പോൾ അനീഷാകും വിജയ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്നാൽ പുറത്തായ മത്സരാർത്ഥികൾ തിരിച്ചുവരും. അനുമോളുടെ ഒറ്റ തിരിച്ചുള്ള ആക്രമണവും വലിയ തോതിൽ അനുവിന് പിന്തുണ കിട്ടി. ഇത് വോട്ടായോടെ അനുമോൾ വിജയ കിരീടം ചൂടുകയും ചെയ്തു.